ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ വേഴ്സസ് സുരേഷ് ഗോപി വേഴ്സസ് ജയറാം 1996. 1996 വർഷത്തിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളിൽ മലയാളത്തിലെ 4 മുൻനിര താരങ്ങളുടെ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസും അവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ വിജയം നേടി 96-ലെ താരമായി മാറി എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1996-ൽ മമ്മൂട്ടിക്ക് 5 ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. മോഹൻലാലിന് 2 ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുരേഷ് ഗോപിക്ക് 3 ചിത്രങ്ങൾ ഉണ്ടായപ്പോൾ ജയറാം 5 ചിത്രങ്ങൾ അഭിനയിച്ചു. ഇനി നമ്മൾക്ക് ഓരോരോ താരങ്ങളുടെയും ബോക്സ് ഓഫീസ് പെർഫോമൻസ് നോക്കാം. ആദ്യം നമ്മൾക്ക് മമ്മൂട്ടി ചിത്രങ്ങൾ നോക്കാം. 96-ലെ മമ്മൂട്ടിയുടെ ആദ്യത്തെ ചിത്രമായിരുന്നു ഫെബ്രുവരി 9-ാം തീയതി തിയേറ്ററുകളിലെത്തിയ അഴകിയ രാവണൻ. മുരളി ഫിലിംസിന്റെ ബാനറിൽ കമൽ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ശ്രീനിവാസൻ, ബിജു മേനോൻ, ഭാനുപ്രിയ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ. ഒരു ഫാമിലി റൊമാന്റിക് കാറ്റഗറിയിലുള്ള ഈ ചിത്രം തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 96-ലെ മമ്മൂട്ടിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു സിദ്ദിഖ് സംവിധാനം ചെയ്ത ഹിറ്റ്ലർ. വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 12-ന് തിയേറ്ററുകളിലെത്തിയ ഈ ഫാമിലി കോമഡി എന്റർടൈനർ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ ഗംഭീര പിന്തുണയിൽ സകലവിധ കളക്ഷൻ റെക്കോർഡുകളും ഭേദിച്ച് ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു. മമ്മൂട്ടിയെ കൂടാതെ മുകേഷ്, ജഗദീഷ്, സായികുമാർ, വാണി വിശ്വനാഥ്, ശോഭന തുടങ്ങി വമ്പൻ താരനിരയുമായി പുറത്തിറങ്ങിയ ഈ ചിത്രം റിലീസ് സെന്ററുകളിൽ 150 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. 96-ലെ മമ്മൂട്ടിയുടെ മൂന്നാമത്തെ ചിത്രമായിരുന്നു മെയ് 14-ാം തീയതി തിയേറ്ററുകളിലെത്തിയ 1000 നാവുള്ള അനന്തൻ. തുളസീദാസ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മമ്മൂട്ടിയുടെ കൂടെ മുരളി, ദേവൻ, ഗൗതമി, മാധവി തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രം തരക്കേടില്ലാത്ത ചിത്രം എന്ന പേര് നേടി. എന്നാൽ ബോക്സ് ഓഫീസിൽ അത് അർഹിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു 1000 നാവുള്ള അനന്തൻ. 96-ലെ മമ്മൂട്ടിയുടെ നാലാമത്തെ ചിത്രമായിരുന്നു ഓണം റിലീസായി ഓഗസ്റ്റ് 23-ന് തിയേറ്ററുകളിലെത്തിയ ഇന്ദ്രപ്രസ്ഥം. മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം എന്ന രീതിയിൽ പ്രശസ്തി നേടിയ ഇന്ദ്രപ്രസ്ഥം ഹരിദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഒരു ടെക്നോളജി ബേസ്ഡ് ക്രൈം ത്രില്ലറായ ഇന്ദ്രപ്രസ്ഥം അഭൂതപൂർവമായി ഇനീഷ്യൽ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് നിലനിർത്താൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ആവറേജ് വിജയം കൈവരിച്ച ചിത്രമായിരുന്നു ഇന്ദ്രപ്രസ്ഥം. വിക്രം, സിമ്രൻ, ദേവൻ തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 96-ലെ മമ്മൂട്ടിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ 21-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ഫാമിലി ഡ്രാമ ചിത്രം ഉദ്യാനപാലകൻ. 7 Arts നിർമ്മിച്ച് ഹരികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നല്ല ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ക്രിസ്മസ് സീസന്റെ അഡ്വാൻറ്റേജിൽ ഉദ്യാനപാലകൻ ആവറേജ് വിജയം കൈവരിച്ചു. കാവേരി നായികയായെത്തിയ ഈ ചിത്രത്തിൽ കലാഭവൻ മണി, ബിജു മേനോൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇനി 96-ലെ മോഹൻലാൽ ചിത്രങ്ങൾ ഏതെന്ന് നോക്കാം. 96-ലെ മോഹൻലാലിന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു ഏപ്രിൽ 6-ാം തീയതി വിഷുവിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ പീരിയഡ് ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രം കാലാപാനി. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ആൻഡമാന്റെ പശ്ചാത്തലത്തിൽ വമ്പൻ ബഡ്ജറ്റിലായിരുന്നു എടുത്തിരുന്നത്. മികച്ച നിരൂപക ശ്രദ്ധയും പ്രേക്ഷക പ്രീതിയും നേടിയെടുത്ത ഈ ചിത്രം 100 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച് വമ്പൻ വിജയം കൈവരിച്ചു. എന്നാൽ 96 ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു കാലാപാനി. ബോളിവുഡ് താരം തബു നായികയായെത്തിയ ഈ ചിത്രത്തിൽ പ്രഭു, ശ്രീനിവാസൻ, അമരീഷ് പുരി, വിനീത് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. 96-ൽ മോഹൻലാലിന്റെ രണ്ടാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ആക്ഷൻ ഫാമിലി ഡ്രാമ ചിത്രം ദി പ്രിൻസ്. തമിഴിലെ സൂപ്പർ ഹിറ്റ് സംവിധായകൻ സുരേഷ് കൃഷ്ണ ആദ്യമായി മലയാളത്തിന് സംവിധാനം ചെയ്ത ചിത്രം ഏറെ ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നതെങ്കിലും ബോക്സ് ഓഫീസിൽ ഒരു വൻ പരാജയമായി മാറി. ഓണച്ചിത്രങ്ങളിൽ ആദ്യമായി നെഗറ്റീവ് റിവ്യൂ രൂപപ്പെട്ട ഈ ചിത്രം അതുകൊണ്ട് തന്നെ മോഹൻലാലിനും ഏറെ നിരാശയായിരുന്നു സമ്മാനിച്ചത്. പ്രകാശ് രാജും മികച്ചൊരു വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ കന്നഡ താരം പ്രേമയായിരുന്നു നായികയായി എത്തിയത്. 96-ൽ സുരേഷ് ഗോപിയുടെ ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. 96-ലെ സുരേഷ് ഗോപിയുടെ ആദ്യത്തെ ചിത്രമായിരുന്നു ഓഗസ്റ്റ് 15-ന് ഓണത്തിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ ഭദ്രന്റെ ബിഗ് ബഡ്ജറ്റ് പൊളിറ്റിക്കൽ ആക്ഷൻ ചിത്രം യുവതുർക്കി. തെന്നിന്ത്യൻ സൂപ്പർ താരം വിജയശാന്തി ആദ്യമായി മലയാളത്തിൽ നായികയായി എത്തിയ ഈ ചിത്രം വമ്പൻ ഹൈപ്പോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത്. എന്നാൽ ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വേണ്ട രീതിയിൽ ശോഭിച്ചില്ല. തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയെടുത്ത യുവതുർക്കി അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ആവറേജ് വിജയം മാത്രമേ കൈവരിച്ചുള്ളൂ. രതീഷ്, മാണി സി കാപ്പൻ, തിലകൻ, രാജൻ പി ദേവ് തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരുന്ന ഈ ചിത്രം 7 Artsഉം അമിതാഭ് ബച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡും ചേർന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. 96-ൽ സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ ചിത്രമായിരുന്നു
ഒക്ടോബർ 25 തിയേറ്ററുകളിലെത്തിയ രജപുത്രൻ. ഈ ചിത്രവും ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. സുരേഷ് ഗോപിയുടെ കൂടെ ശോഭന നായികയായെത്തിയ ഈ ചിത്രത്തിൽ മുരളി, നെടുമുടി വേണു, തിലകൻ, MG സോമൻ തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയം കൈവരിച്ചില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു രജപുത്രൻ. തമിഴ് നടൻ വിക്രം, വിനീത തുടങ്ങിയവരും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 96 സുരേഷ് ഗോപിയുടെ അവസാനത്തെ ചിത്രമായിരുന്നു നവംബർ 21 തിയേറ്ററുകളിലെത്തിയ മഹാത്മാ ദി ഗ്രേറ്റ്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഈ അണ്ടർവേൾഡ് ആക്ഷൻ ഫാമിലി എന്റർടൈനർ ഏറെ ഹൈപ്പോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നതെങ്കിലും മഹാത്മയ്ക്കും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രവും സാമ്പത്തികമായി പരാജയമായി മാറി. സുരേഷ് ഗോപി, ഷാജി കൈലാസ് ടീമിന്റെ കൂടെ ടി നാമരും ഒരുമിച്ച ഈ ചിത്രം മോഹൻലാലിന്റെ ആര്യൻ എന്ന ചിത്രവുമായി ഏറെ സാമ്യമുണ്ട് എന്നുള്ളൊരു വിമർശനം അക്കാലത്തുണ്ടായിരുന്നു. രമ്യാകൃഷ്ണൻ നായികയായ ഈ ചിത്രത്തിൽ ബിജു മേനോൻ, ഗണേഷ് കുമാർ, രാജൻ ബിദേവ്, കിറ്റി തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 1996 ജയറാമിന്റെ ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 96 ജയറാമിന്റെ ആദ്യത്തെ ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. കോമഡി ഫാമിലി എന്റർടൈനറായി തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം രാജസേനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ജയറാമിന്റെ കൂടെ ദിലീപ്, ഇന്ദ്രൻസ്, പറവൂർ രാമചന്ദ്രൻ, KPS ലളിത തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ആനിയായിരുന്നു നായിക. തരക്കേടില്ലാത്ത കോമഡി ചിത്രം എന്ന പേര് നേടിയ സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ മറ്റു വമ്പൻ ചിത്രങ്ങളുടെ ഇടയിൽ വേണ്ട രീതിയിൽ കളക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സ്വപ്നലോകത്തെ ബാലഭാസ്കരൻ. ജയറാമിന്റെ 96 രണ്ടാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 23 തിയേറ്ററുകളിലെത്തിയ ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രം തൂവൽ കൊട്ടാരം. സത്യൻ നിക്കാട് സംവിധാനം ചെയ്ത ഈ ഫാമിലി എന്റർടൈനർ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുക്കുക വഴി ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമാണ് അക്കാലത്ത് കൈവരിച്ചത്. അതുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ ചിത്രമായിരുന്നു തൂവൽ കൊട്ടാരം. ദിലീപ്, സുകന്യ, മഞ്ജു വാര്യർ, മുരളി തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 96 ജയറാമിന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു ഓണത്തിനോടനുബന്ധിച്ച് തന്നെ ഓഗസ്റ്റ് 27 തിയേറ്ററുകളിലെത്തിയ ചിത്രം ദില്ലിവാല രാജകുമാരൻ. കോമഡി ഫാമിലി കാറ്റഗറിയിലുള്ള ഈ ചിത്രം രാജസ്ഥാനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. മഞ്ജു വാര്യർ നായികയായ ഈ ചിത്രത്തിൽ കലാഭവമണി, പറവൂർ രാമചന്ദ്രൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശ്രീവിദ്യ, ബിജു മേനോൻ, നരേന്ദ്രപ്രസാദ് തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തരക്കേടില്ലാത്ത കളക്ഷൻ നേടിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തു. 96 ജയറാമിന്റെ നാലാമത്തെ ചിത്രമായിരുന്നു സെപ്റ്റംബർ 18 തിയേറ്ററുകളിലെത്തിയ അരമന വീടും 500 ഏക്കറും. കോമഡി ഫാമിലി എന്റർടൈനറായ ഈ ചിത്രത്തിൽ ശോഭനയായിരുന്നു നായിക. അനിൽ ബാബു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജഗതി ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, ബൈജു, KPS ലളിത തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയ അരമന വീടും 500 ഏക്കറും അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. 96 ജയറാമിന്റെ അവസാനത്തെ ചിത്രമായിരുന്നു ഡിസംബർ 19 ക്രിസ്മസിനോടനുബന്ധിച്ച് തിയേറ്ററുകളിലെത്തിയ കളിവീട്. സിബി മലയിൽ സംവിധാനം ചെയ്ത ഈ ഫാമിലി ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രത്തിൽ മഞ്ജു വാര്യരായിരുന്നു നായിക. സുനിത, വാണി വിശ്വനാഥ് തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടുക വഴി ബോക്സ് ഓഫീസിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത ചിത്രമായിരുന്നു. ഇനി നമ്മൾക്ക് മമ്മൂട്ടിയുടെ സക്സസ് റേഷ്യോ നോക്കാം. ആകെയുള്ള 5 ചിത്രങ്ങളിൽ ഒരു ചിത്രം ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടി, ഒരു ചിത്രം ഹിറ്റ് സ്റ്റാറ്റസ് നേടി, 3 ചിത്രങ്ങൾ ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സക്സസ് റേഷ്യോ 70% ആണ്. മോഹൻലാലിന്റെ സക്സസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ആകെയുള്ള 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് വിജയം കൈവരിച്ചു, ഒരു ചിത്രം പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 50% ആണ്. സുരേഷ് ഗോപിയുടെ 96 വിജയ ശതമാനം നോക്കുകയാണെങ്കിൽ ആകെ ഇറങ്ങിയ 3 ചിത്രങ്ങളിൽ ഒരു ചിത്രം ആവറേജ് വിജയം നേടി, 2 ചിത്രങ്ങൾ പരാജയങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ വെറും 17% മാത്രമാണ്. ജയറാമിന്റെ 96 സക്സസ് റേഷ്യോ നോക്കുകയാണെങ്കിൽ ആകെ ഇറങ്ങിയ 5 ചിത്രങ്ങളിൽ ഒരു ചിത്രം സൂപ്പർ ഹിറ്റ് വിജയവും 3 ചിത്രങ്ങൾ ഹിറ്റ് സ്റ്റാറ്റസ് നേടി, ഒരു ചിത്രം പരാജയമായി മാറി. അതുകൊണ്ട് തന്നെ ജയറാമിന്റെ സക്സസ് റേഷ്യോ 80% ആണ്. 1996 മലയാളത്തിലെ 4 മുൻനിര നായകന്മാരുടെ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ 96 ഏറ്റവും കൂടുതൽ വിജയം നേടിയ നായകൻ ജയറാമാണ്. സ്റ്റാർ ഓഫ് ദ ഇയർ 1996 ജയറാം. 5 ചിത്രങ്ങളിൽ 4 വിജയിച്ച് 80% സക്സസ് റേഷ്യോയോട് കൂടിയാണ് ജയറാം 96 താരമായി മാറിയത്. ഇത്രയുമാണ് മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി വേഴ്സസ് സുരേഷ് ഗോപി വേഴ്സസ് ജയറാം 1996. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.